യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 38 സങ്കീർത്തനം 2 വാക്യം. നിന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. ദാവീദ് തൻ്റെ പാപത്തിൻ്റെ ആത്മീയ ഭാരത്തിലാണ്. താൻ അനുഭവിക്കുന്നത് വെറും യാദൃച്ഛികമായ പ്രശ്നമല്ല, മറിച്ച് ദൈവത്തിൻ്റെ തിരുത്തൽ കൈയാണെന്ന് അവൻ തിരിച്ചറിയുന്നു. ചിലപ്പോൾ ദൈവം തൻ്റെ കൈ നമ്മുടെ മേൽ ശക്തമായി അമർത്തുവാൻ അനുവദിക്കുന്നു. അത് നമ്മെ തകർക്കുവാനല്ല, മറിച്ച് നമ്മെ തിരുത്തുവാനും നമ്മെ അവനിലേക്ക് തിരികെ കൊണ്ടുവരുവാനുമാണ്. നാം പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സാക്ഷിയെ തുളച്ച് കയറുന്നു, തെറ്റ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ അമ്പുകൾ നമ്മെ വേദനിപ്പിക്കുന്നു, കാരണം അവ നമ്മുടെ മാംസത്തിലേക്കല്ല, നമ്മുടെ ഹൃദയത്തിലേക്ക് ലക്ഷ്യം വെച്ചുള്ളതാണ്. ആത്മീയ മരവിപ്പിൽ നിന്ന് നമ്മെ ഉണർത്തുവാനുള്ളതാണ്. ദൈവത്തിൻ്റെ കൈക്ക് സംരക്ഷിക്കുവാനും നമ്മെ ഞെരുക്കുവാനും കഴിയും. ഇവിടെ ദാവീദ് ദൈവത്തിൻ്റെ അമർത്തുന്ന കൈയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. നമുക്കൊന്നും പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല, നമ്മുടെ ഹൃദയം അസ്വസ്ഥമാണ്, നമ്മുടെ സമാധാനം ഇല്ലാതെ പോയി. എന്നാൽ അത് പലപ്പോഴും നിയന്ത്രണത്തിൻ്റെ കൃപയാണ്, തിരസ്കരണമല്ല. നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തുവാൻ കഴിയുന്ന തരത്തിൽ ദൈവത്തിൻ്റെ കൈ നമ്മെ അമർത്തുന്നതാണ്. ഒരു കുശവൻ കളിമണ്ണ് രൂപപ്പെടുത്തുന്നത് പോലെ നമ്മുടെ സ്വഭാവം പുനർനിർമ്മിക്കുന്നതിനും നമ്മെ അവൻ്റെ ഉദ്ദേശത്തിനായി യോജിച്ച പാത്രങ്ങളാക്കുന്നതിനും ദൈവം നമ്മെ അമർത്തുന്നതാണ്. പ്രിയമുള്ളവരെ, അവൻ്റെ അസ്ത്രങ്ങൾ തുളച്ചു കയറുകയും അവൻ്റെ കൈ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുമ്പോൾ അത് നമ്മെ നശിപ്പിക്കാനുള്ളതല്ല, മറിച്ച് നമ്മെ വെടിവെക്കാനുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ചെറുക്കുവാൻ ശ്രമിക്കാതെ അവൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ച് കൊടുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ അമ്പുകൾ തുളച്ചു കയറുമ്പോഴും നിൻ്റെ കൈ എന്നെ അമർത്തുമ്പോഴും നിന്നിൽ നിന്ന് ഓടി അകലാതെ നിൻ്റെ അരികിലേക്ക് ഓടിയെടുക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.